നമുക്കൊന്ന് വെട്ടി കുടിച്ചു നോക്കാം. ദേ 1 രൂപയ്ക്കാണ് തെങ്ങിന് ഇത്രയും വിളവ്. ഞാൻ കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി, കൂമ്പ് ചെയ്യല്, അതോടൊപ്പം തന്നെ മണ്ടരി, ചെന്നീരൊലിപ്പ്. നമസ്കാരം. 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 നമ്മളിപ്പോ കേരളത്തിലാണ്. ദേ കരിക്ക് വെട്ടുന്നുണ്ടോ? ഈ തെങ്ങി നിൽക്കുന്ന തേങ്ങയെല്ലാം കണ്ടോ? സാധാരണ എല്ലാരും പറയത്തില്ലോ പ്രജനെ, ഈ ചെറിയ തെങ്ങ് പെട്ടെന്ന് നശിച്ചു പോവും, ഇത്രയും വിളവ് ഉണ്ടാവത്തില്ലെന്ന്. ഇത് ഒരു കുഴപ്പമില്ല. 1 രൂപ കൊണ്ടാണ് ദേ ഇങ്ങനൊരു ഇതേ രീതിയിലുള്ള കരിക്ക് ഇറങ്ങി വരുന്നത്. കണ്ടോ? കേരളത്തിലാണ്, തമിഴ്നാടല്ല. നമുക്കൊന്ന് വെട്ടി കുടിച്ചു നോക്കാം. ഉൾഭാഗം ഒന്ന് കാണാം. കാണാം. നല്ല വലിപ്പമുണ്ട്. ദേ വലിപ്പമുണ്ട്. ഇതിനകത്തൊന്നും ചെല്ലി കുത്തിയിട്ടോ ഒന്നുമില്ല, ഒരിടത്ത് പോലും ചെല്ലി കുത്തിയിട്ടില്ല. ഇതെങ്ങനെയാ ഇതുണ്ടായെന്നുള്ളതും 1 രൂപ ചെലവേ ഉള്ളൂ. നമുക്ക് അടുത്ത തെങ്ങൊന്ന് കാണാം. വാ, അടുത്ത തെങ്ങ് കണ്ടോ? ഇതിനകത്ത് ഇപ്പൊ എത്ര കൊലയുണ്ടെന്ന് നോക്കിയേ. ഇതേപോലെ ചെറിയ തെങ്ങ് എല്ലായിടത്തും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതിനൊരു വലിയ പരിഹാരമാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും പറഞ്ഞിരുന്നു കേരളത്തിലെ തെങ്ങ് കാണിക്കാൻ. കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞപ്പോ പറഞ്ഞു കേരളത്തിലെ തെങ്ങ് കാണിക്കാൻ. കേരളത്തിലെ ഒരു ചെറിയ കുടുംബത്തിലെ ഒരു തെങ്ങാണ്. ഇതിനകത്ത് 3-4 ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ തന്നെ. ഇപ്പൊ എന്താണ് ചെയ്യുന്നത് നമുക്ക് ചേട്ടനോട് ചോദിക്കാം. നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് നേരത്തെ എങ്ങനെയായിരുന്നു? നേരത്തെ ഇതില് കാഫലമൊക്കെ കുറവായിരുന്നു. നമ്മള് വെള്ളക്കായൊന്നും പിടിക്കാനൊക്കെ ഇതായിരുന്നു. ചെല്ലിയുടെ ശല്യവും എല്ലാം ഉണ്ടായിരുന്നു. ഇത്രയും വെള്ളക്കായും കരിക്കൊന്നും കിട്ടിയിട്ടില്ല. ഇത് കഴിഞ്ഞൊക്കെയാണ് ഇത് ചെയ്തതിന് ശേഷം നമുക്കിപ്പോ മാറ്റമുണ്ട്. നമുക്ക് ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് എന്താ ചെയ്തതെന്ന് നോക്കാം. അത് ചെയ്ത് കാണിക്കുകയും ചെയ്യാം. 2 ഗ്ലാസ് വെള്ളമുണ്ട്. 2 ഗ്ലാസ് വെള്ളമാണ് ഉള്ളത്. അത് നല്ല ടേസ്റ്റുള്ള കരിക്ക്, നല്ല മധുരമുള്ള വെള്ളവും. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ വിളവ് കിട്ടിയെന്ന് ചോദിക്കാം. എങ്ങനെയാണ് ഈ വിളവ് കിട്ടിയത്? ഇത് ഇത്രയും ഒരു 100 ഹോമിയോ ഗുളിക നമ്മൾ എടുക്കുക. അത് 1 ലിറ്റർ വെള്ളത്തില് ബക്കറ്റിലിട്ടിട്ട് നല്ലോണം കലക്കുക. ഇത് 1 ലിറ്റർ നമ്മൾ എടുത്തു വെച്ചേക്കുന്നത്. 1 ലിറ്റർ വെള്ളമുണ്ട്. എന്നിട്ട് ഇത് ലയിപ്പിക്കണം ഇല്ലയോ? കൈ കൊണ്ട് തന്നെ നല്ലോണം. കൈ കൊണ്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെ ലയിപ്പിക്കുക. ഇത് എത്ര തെങ്ങിന്? ഏകദേശം ഒരു 3 തെങ്ങിന് ഉപയോഗിക്കാം. 3 തെങ്ങിന് ഉപയോഗിക്കാം. ഇത്രയും മതി. ഇത്രയും മതി. അതെ, ഇത് ഇത്ര ഉണ്ട് കേട്ടോ. ഇത് കുറെ തെങ്ങിന് ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പോ എന്താ ചെയ്യുന്നേ? ഇതിപ്പോ നമ്മളിപ്പോ ഇവിടെ വേര് തെളിഞ്ഞിരിപ്പുണ്ട്. അതിനകത്ത് നമുക്കിപ്പോ ഒരു വേര് പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് ചെയ്യാതെ. ഇതിപ്പം ഉണ്ടോ? ഇത് ഗ്ലൗസോ ഒന്നും വേണ്ട, ഒരു സാധനം വേണ്ട ഇല്ലേ? ഇതിനകത്ത് യാതൊരു പ്രശ്നമില്ല. അപ്പൊ ഈ കവറിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കും. ഒഴിച്ചിട്ട് നമ്മൾ ഈ മുറിച്ച വേരെടുത്ത് ഇതിനകത്തോട്ട് അങ്ങനെ വെച്ചിട്ട് ഇറക്കിയിട്ട് നല്ലോണം ഒരു ചരട്ടം കെട്ടുവോ. കാണാത്ത വേരുള്ളിടത്താണെങ്കിൽ നമ്മള് മണ്ണ് മാറ്റിയിട്ട്. ഇപ്പൊ ഇയാളിങ്ങനെ ചെയ്യുന്ന എത്ര പ്രാവശ്യം ഇത് ചെയ്യാറുണ്ട്? ഇപ്പൊ ഒരു മാസത്തിലാണോ അടുത്തടുത്ത് ചെയ്യുന്നത്? ഇതിപ്പോ മാസത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. മാസത്തിലടുത്ത് പല സ്ഥലത്താണ് ചെയ്യാം. ഇതിപ്പോ ബാക്കി 2 എണ്ണത്തിൽ കൂടുതൽ ചെയ്യാനുള്ളതുണ്ട്. ഇനി ഇത്